ഇപ്പോൾ അങ്ങ് പഠിപ്പിച്ച ആ കുട്ടികളെ പോലെ ധാരാളം കുട്ടികൾ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്, ഒരുപാട് അമ്മമാര് അങ്ങനെ ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ആയിട്ട് ഇപ്പൊ കുട്ടികളൊക്കെയും ഈ ഭക്തി മാർഗത്തു നിന്നൊക്കെ ഒന്ന് അകന്ന് സഞ്ചരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പൊ അവർക്കെല്ലാമായിട്ട് എന്ത് സന്ദേശമാണ് അങ്ങേക്ക് നൽകാനായിട്ടുള്ളത്? എനിക്ക് നമ്മളിപ്പോൾ ഈ ഒരു ഭക്തി എന്ന് പറയുമ്പോൾ അത് കേവല യുക്തി കൊണ്ട് അളക്കേണ്ട ഒന്നല്ല. രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭഗവാനെ നിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഭഗവാനിൽ വിശ്വസിക്കുന്നത്. അപ്പം ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളാണ്. നമുക്ക് ചിലപ്പോൾ നമുക്ക് വളരെ ചെറുപ്പത്തിൻ്റെ ഒരു ചങ്കൂറ്റത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയ കുറേ കാര്യങ്ങൾ നമ്മുടെ ശരീരം തളരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പലപ്പോഴും ഈ പ്രായമായവർ നാമം ജപിച്ചിരിക്കുന്നത്. ഒരു യൂത്ത് ചിലപ്പോൾ നാമം ജപിച്ചിരിക്കാനോ അല്ലെങ്കിൽ മറ്റു രൂപത്തിലൊന്നും അവർ, പക്ഷെ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു യുവാക്കൾ. 14 വയസ്സുള്ള സന്ത് ജ്ഞാനേശ്വർ എന്ന് പറയുന്ന ഒരു കവി, അദ്ദേഹം 14-ാമത്തെ വയസ്സിൽ ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം ചമച്ച ആളാണ്, മറാഠിയാണ്. അദ്ദേഹം 14-ാമത്തെ വയസ്സാണ്. യൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇന്ന് കാണുന്ന കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുക. അപ്പോൾ അദ്ദേഹം ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം ചമച്ചപ്പോൾ അദ്ദേഹം അതിൻ്റെ ഒരു ക്യാപ്ഷനായിട്ട് കൊടുത്തത്, പിന്നെ നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾക്ക് കിട്ടട്ടെ എന്നാണ്. ജോ ജെ വാൻഷീൽ തോത്തെ ലാവോ എന്നാണ് അതിൻ്റെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അത് നിങ്ങൾക്ക് കിട്ടട്ടെ എന്നാണ്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, എന്താണ് നമ്മൾ ഏത് അറ്റ്മോസ്ഫിയറിലാണോ ചെന്ന് വീഴുന്നത്, അതിനനുസരിച്ചാണ് നമ്മുടെ സ്വഭാവങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ടാണ് പണ്ടുള്ളവർ അമ്പലത്തിൽ തൊഴണം ഭക്തി, അല്ലാതെ ഇപ്പോൾ മുഴുവൻ അമ്പലങ്ങളിലാണ് ദൈവം എന്നൊന്നും പറയാൻ കഴിയില്ല. അതൊക്കെ നമ്മുടെ മനസ്സിലാണ്. നമ്മൾ എങ്ങനെ അട്യൂൺ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ആ അട്യൂൺ ചെയ്യപ്പെടുക എന്നുള്ളതിൻ്റെ ഒരു സാഹചര്യത്തിനാണ് ക്ഷേത്രങ്ങൾ. നമ്മുടെ ഉള്ളിൽ ഉള്ള ചൈതന്യത്തെ തന്നെയാണ് നമ്മൾ ബിംബത്തിലേക്ക് കൊടുത്ത് അതിനെ, ആ ബിംബത്തെ പരിപോഷിപ്പിക്കുന്നത്. അത് വളരെ ശാസ്ത്രീയമായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. കേരളത്തിലെ പൂജാവിധികളൊക്കെ അങ്ങനെ ഉള്ളതാണ്, അല്ലാതെ വെറും അന്ധമായിട്ടുള്ളൊരു വിശ്വാസമല്ല. ഇത് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ ജീവിതം കൊണ്ടാണ്, അല്ലാതെ പുസ്തകങ്ങളിൽ നിന്നല്ല. അത് കുട്ടികൾക്കൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അവർ ഈ മോശമായ പ്രവണതകളിലേക്കൊന്നും പോവില്ല. കാരണം അവിടെ നമുക്ക് കിട്ടുന്ന സുഖങ്ങൾക്കൊക്കെ ഒരു പരിമിതിയുണ്ട്. കുറേ കാശ് കിട്ടിയതുകൊണ്ട് എന്താ ആവാനോ ഒന്നും ആവില്ല. അതാണ് പറയാം.